ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എഗ്ലെസ് മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി റെസിപ്പിയാണ്. മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് വേഗം ഈ മയണൈസ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം അളവിൽ തന്നെ ഓയിൽ എടുക്കണം. അപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. റിഫൈൻഡ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണേലും യൂസ് ചെയ്യാം. അതുപോലെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ നാരങ്ങ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം എരിവൊക്കെ ഇതിനാവശ്യമുള്ളവർ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിലിൻ്റെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സിയിൽ വെച്ചിട്ട് റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം നന്നായി ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സായി കിട്ടും. എന്നിട്ടിത് നമുക്ക് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർക്കാം. അപ്പം നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതിയാവും. ഇനിയിപ്പോൾ നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. ഒരു ഫസ്റ്റോ സെക്കൻഡോ സ്പീഡിലിട്ടിട്ട് ഒരു 30-40 സെക്കൻഡോളം നന്നായി അടിച്ചെടുക്കുക. വേഗം തന്നെ മയണൈസ് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നന്നായി മയണൈസ് ശരിയായിട്ടുണ്ട്. ഒരു കുറച്ചുകൂടി നേരം ഞാൻ അടിച്ചെടുക്കുകയാണ്. ഒരിത്തിരി തിക്ക് കൂടി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10-20 സെക്കൻഡ് കൂടി നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഫ്ലഫിയായി നല്ല സൂപ്പറായ മയണൈസ് റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്